സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന വിശ്വാത്മാവാണ് ഞാൻ. ഭൂതങ്ങളുടെ ആദിയും മധ്യവും അനന്തവും ഞാൻ തന്നെയാണ്. ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനാണ്. ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സും ജീവജാലങ്ങളിൽ ഞാൻ ചേതനയുമാണ്. ഞാൻ 11 രുദ്രന്മാരിൽ ശങ്കരനും യക്ഷരാക്ഷസന്മാരിൽ കുബേരനും അഷ്ടവസുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മേരുപർവ്വതവും ആണ്. ഹേ പാർത്ഥ, പുരോഹിതന്മാരിൽ മുഖ്യനായ ബൃഹസ്പതി ഞാനാണെന്നറിയുക. സേനാപതിമാരിൽ സുബ്രഹ്മണ്യൻ ഞാനാണ്. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. മഹർഷിമാരിൽ ഞാൻ ഭൃഗുവാണ്. വാക്കുകളിൽ ഏകാക്ഷരമായ പ്രണവവും ഞാനാകുന്നു. യജ്ഞങ്ങളിൽ ജപയജ്ഞവും സ്ഥാവരങ്ങളിൽ ഹിമാലയവും ഞാനാകുന്നു. എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് ഞാൻ അരയാലാകുന്നു. ദേവർഷികളിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും സിദ്ധന്മാരിൽ കപിലമുനിയും ഞാനാകുന്നു. വിശ്വതോമുഖനായ ബ്രഹ്മാവും ഞാനാണ്. എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന മരണം ഞാനാകുന്നു. ഉണ്ടാകാനിരിക്കുന്നവയുടെ ഉത്ഭവം ഞാനാണ്. സ്ത്രീകളുടെ കീർത്തി, ശ്രീ, വാക്ക്, ഓർമ്മശക്തി, ബുദ്ധി, ധൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. തേജസ്വികളുടെ തേജസ്സും വിജയികളുടെ വിജയവും ഞാൻ തന്നെ. അധ്വാനശീലരുടെ അധ്വാനശീലം ഞാനാണ്. ബുദ്ധിശാലികളുടെ സൂക്ഷ്മ ബുദ്ധിയും തേജസ്വികളിലെ തേജസ്സും ഞാനാകുന്നു. ഏതേതു ഭക്തൻ ഏതു ദേവനെയാണോ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അർച്ചിക്കുന്നത്, അയാളുടെ സങ്കല്പമനുസരിച്ചുള്ള ഭോഗങ്ങൾ നേടുകയും ചെയ്യുന്നു. അല്പബുദ്ധികളായ ഇവർക്ക് ലഭിക്കുന്ന ഫലം വേഗം നഷ്ടപ്പെട്ടു പോകുന്നവയാണ്. ഇഷ്ടദേവതാരാധനയിലൂടെ അവർ ഇഷ്ടദേവതകളെ പ്രാപിക്കുന്നു. പരമാത്മാവായ എന്നെ ഭജിക്കുന്നവർ സനാതനമായ മോക്ഷഫലം അനുഭവിക്കുന്നു. മനസ്സ് മറ്റൊന്നിലും ചെന്നുപറ്റാതെ എപ്പോഴും എന്നെ തന്നെ സ്മരിച്ച് നിത്യ നിരന്തരമായി എന്നിൽ യുക്തനായ ആ യോഗിക്ക് എന്നെ എപ്പോഴും എവിടെയും എളുപ്പത്തിൽ ലഭിക്കുന്നു. പരമാത്മാവായ എന്നെ പ്രാപിച്ച സത്യദർശികൾ ദുഃഖം നിറഞ്ഞതും ക്ഷണഭംഗുരവുമായ വീണ്ടും ഒരു ജന്മത്തെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് സ്വധർമ്മമായ യുദ്ധം അനുഷ്ഠിക്കുക. മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചുകൊണ്ടിരുന്നാൽ നീ എന്നെ തന്നെ പ്രാപിക്കും. ഇതിൽ യാതൊരു സംശയവും വേണ്ട. പരമാത്മാവായ എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. എന്നാൽ പറയപ്പെട്ട ഈ വിവരണം അവയുടെ ചുരുക്കത്തിലുള്ളത് മാത്രം. ഐശ്വര്യവും കാന്തിയും ശക്തിയുമുള്ള ഏതു വസ്തുക്കളുണ്ടോ അതെല്ലാം പരമാത്മാവായ എന്റെ തേജസ്സിന്റെ ഒരംശം പ്രകടമാക്കുന്നവയെന്ന് നീ വ്യക്തമായി അറിയുക. എന്റെ യോഗശക്തിയുടെ ഒരംശം കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ ധരിച്ചു നിൽക്കുന്നത് എന്നറിയുക. ഓം തത് സത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായം സമാപ്തം. वरदरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं वन्दे विष्णुं भवभयहरं
विष्णुम् भोजने च जनार्दनम् शयने पद्मनाभं च विवाहे च प्रजापतिम् युद्धे चक्रधरं देवम् प्रवासे च त्रिविक्रमम् नारायणं तनुत्यागे श्रीधरं प्रियसङ्गमे दुःस्वप्ने स्मर गोविन्दम् सङ्कटे मधुसूदनम् आनने नारसिंहं च पावके जलशायि